അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാൻ നാം കടന്നു പോകുന്നത് ഇത്ഖും മിനന്നാറിന്റെ പത്തിലൂടെയാണ്. നരകമോചനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പരലോക മോക്ഷമാണ്. ഹയാത്തുദ്ദുനിയാ ലിനജാത്തിൽ ആഖിറ, പരലോക വിജയമാണ്. ആ പരലോക വിജയത്തിന് നിദാനമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ദുനിയാവിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ളത്. അത്തരത്തിൽ വിജയിക്കാനുള്ള ഒരുപാട് നന്മയായ നേരായ വഴികൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ഇത്ഖും മിനന്നാർ, നരകമോചനത്തിന്റെ 10 എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ചു തരുമ്പോൾ നാം ഓരോരുത്തരും അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് ഓരോ സമയത്ത് ചെല്ലുമ്പോഴും ആ നരകത്തെക്കുറിച്ച്, അതിന്റെ ഭയാനകത, അതിന്റെ ഭീകരത അത് കൃത്യമായി നാം മനസ്സിലാക്കണം. ഒരു സ്വഹാബി ഒരു വഴിയിലൂടെ നടക്കുക. ആ സമയത്തൊരു കല്ല്, ആ കല്ലിന്റെ സങ്കടം കണ്ട് ചോദിച്ചു. കല്ല് കരയുന്നത് കണ്ടപ്പോ ചോദിച്ചു, എന്തിനാ കരയുന്നത്? ആ കല്ല് പറഞ്ഞത്, ഇന്നലെ എന്റെ മുകളിൽ ഇരുന്നു കൊണ്ടൊരാൾ ഖുർആൻ ഓതുകയുണ്ടായി. അയാൾ ഓതുന്ന സമയത്ത് ഒരു ആയത്ത്, ആ ആയത്തിൽ പരിശുദ്ധ ഖുർആനാണ്. നരകത്തില് കത്തിക്കപ്പെടുന്നത് മനുഷ്യനെയും കല്ലുകളെയുമാണ്. അപ്പൊ കല്ലുകളെയും കത്തിക്കപ്പെടുമെന്ന് കേട്ടപ്പോ ആ കല്ലുകളിൽ ഞാൻ പെട്ടുപോകുമോ എന്ന വേദന കൊണ്ട് കരയുകയാണ്. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തിന്റെ വിറകുകൊള്ളികളാവരുത് നമ്മുടെ പ്രവർത്തനം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതുപോലെ ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ളതാവൻ, അതിനു വേണ്ടിയുള്ള സമയങ്ങളാണ് പരിശുദ്ധ റമദാനിന്റെ ഓരോ സെക്കൻഡും. അത്രയും വലിയ മൂല്യമുള്ള, അത്രയും വിലപിടിപ്പുള്ള ഓരോ സെക്കൻഡുകളും നമുക്ക് അലസത കൊണ്ട് നഷ്ടപ്പെട്ടുകൂടാ. റമദാനിന്റെ 24ാമത്തെ നോമ്പിലാണ് നാം നിലകൊള്ളുന്നത്. ഇനി കേവലം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് 6 നോമ്പ് കിട്ടും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ 6 നോമ്പ് നരകമോചനത്തിന് വേണ്ടി നാം പ്രത്യേകം റബ്ബിനോട് കേണപേക്ഷിക്കണം. പോരാ, അവിടെ രക്ഷപ്പെടാൻ, പരലോകമോക്ഷം ലഭിക്കാൻ, സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മാർഗത്തിലൂടെ ജീവിക്കണം. അതിനുള്ള തൗഫീഖിന് വേണ്ടി കൂടി ഈ പരിശുദ്ധ റമദാനില് നാം നല്ല രീതിയിൽ പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. തുടർന്നുള്ള ജീവിതം അത്തരത്തിൽ നന്മയായ യഥാർത്ഥ സൽപാന്താവിലൂടെ നടക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഓരോ റമദാനും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മസംസ്കരണത്തിനുള്ള മാസമാണ്, ആത്മശുദ്ധീകരണത്തിനുള്ള മാസമാണ്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൂടാ. റമദാൻ ഷരീഫ് നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നാം റമദാനിനെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്, വേണ്ടതുപോലെ സൽക്കരിച്ചിട്ടുണ്ട് എന്ന് അനുകൂലമായി സാക്ഷി പറയുന്ന രീതിയിലേക്ക് നാം റമദാനിനെ എത്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.